السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന, അഥവാ നാളെ റബ്ബിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അമലായി ഇതിനെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായി ചിത്രീകരിക്കാൻ എല്ലാ കാലഘട്ടത്തിലും ചില ശയാത്തീനു മിനൽ ഇൻസ്, അഥവാ മനുഷ്യന്മാരിൽപ്പെട്ട ചില പിശാചുക്കൾ അവർ ഉണ്ടായിട്ടുണ്ട്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായും മറ്റും ചിത്രീകരിക്കുന്ന ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റസൂലിനെ മോശമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ പല ഇരട്ടപ്പേരുകൾ വിളിച്ചുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ മോശമാക്കി കളഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രൂപത്തിലുള്ള സംസാരം സംസാരിച്ച ആളുകൾ, അവരെ പറ്റിയൊക്കെ അവരുടെയും എല്ലാവരുടെയും റബ്ബായ ഏക ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിൽ അനിൽ മുശ്രിക്കീൻ. റസൂലേ, അങ്ങയോട് എന്ത് കാര്യമാണോ കൽപ്പിച്ചിട്ടുള്ളത്, അങ്ങേക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ കൽപ്പിക്കപ്പെട്ടത് അത് അങ്ങ് ചെയ്യുക. വഅരിൽ അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു കളയുക, അവരെ മുഖവിലക്കെടുക്കാതെ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നാ കഫൈനാക മിനൽ മുസ്തഹ്സിഈൻ. റസൂലേ, നിങ്ങളെ കളിയാക്കുന്നവരിൽ നിന്നും നിങ്ങളെ മോശമാക്കി പറയുന്ന ആളുകളെ തൊട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് മതിയായവനാണ് എന്ന് അള്ളാഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു പറയുന്നയാൾ ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ അള്ളാഹു ആ ആയത്തില് തുടർന്ന് പറയുകയാണ്, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. ഇതാ റസൂലേ, അവർ പറയുന്നത് കാരണത്താൽ അങ്ങ് വ്യസനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അള്ളാഹു പറയുകയാണ്, അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, റസൂലേ, അങ്ങേ റബ്ബ് സുബ്ഹാനഹു വ തആല കൈവിട്ടിട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ പല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരും, പല പ്രയാസങ്ങളും കേൾക്കേണ്ടി വരും. എത്രത്തോളം? സ്വന്തം മക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും, ഭാര്യമാരിൽ നിന്ന് കേൾക്കേണ്ടി വരും, ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും എല്ലാം കേൾക്കേണ്ടി വരും. ഇതാ അവർക്കുള്ള ആശ്വാസ വാക്കാണിത്, ഇന്നാ കഫൈനാക മിനൽ മുസ്തഹ്സിഈൻ. കളിയാക്കുന്ന ആളുകളെ തൊട്ടൊക്കെ തന്നെ റബ്ബ് നിനക്ക് മതിയായവനാണ് എന്ന് റസൂലിനോടാണ് പറഞ്ഞത് എങ്കിലും അത് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും കളിയാക്കുമ്പോൾ ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല ഈ ദീൻ എന്നുള്ളത്. അതിന്റെ വില മനസ്സിലാകണമെങ്കിൽ അതില്ലാത്ത ആളുകളിലേക്ക് നോക്കിയാൽ മതിയാകും. അതില്ലാത്ത ആളുകളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ദീനിന്റെ മേന്മയും മറ്റും. അല്ലേ സഹോദരങ്ങളെ, ഈ ദീൻ അത് പാലിച്ചു നടക്കുന്നവരിലാണ് എല്ലാവിധ ഇസ്സത്തും ഉള്ളത് എന്ന് അറിയപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി പറയുന്നുവോ അവരുടെ ആ പ്രവൃത്തി ദീർഘകാലം നീണ്ടു നിന്നിട്ടില്ല. ഏതെല്ലാം ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ അവരുടെ ആ പ്രവർത്തനം നീണ്ടു നിന്നിട്ടില്ല. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒരു 100 വർഷം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി പറഞ്ഞ ആളുകൾ, അവർ മോശമാക്കി പല കാര്യങ്ങളും പറഞ്ഞ ആളുകൾ, അവരുടെ പേരുകൾ ഇന്നെവിടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി ചിത്രീകരിച്ച ആളുകൾ, അവരുടെ പേരുകൾ ഇന്നെവിടെ?
അവരെ ആരും ഓർക്കുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവൻ പറഞ്ഞ വാക്ക് അതങ്ങനെ തന്നെ നിറവേറ്റുകയാണ്. അല്ലാഹു കൊടുത്ത വാഗ്ദാനം അത് നിറവേറ്റി. എന്താണത്? വറഫഅനാ ലക ദിക്റക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വറഫഅനാ ലക ദിക്റക, റസൂലേ അങ്ങയുടെ സ്മരണ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഒരു ദിവസം ഈ ലോകത്തുണ്ടാകുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഒരു ദിവസം ഈ ദുനിയാവിൽ ഉണ്ടാകുമോ? നമ്മളിതാ 5 വക്ത് കേൾക്കുന്ന ബാങ്ക് മുതൽ അവിടുന്ന് തുടങ്ങുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. അത് കേൾക്കാത്ത ഒരു നാടും തന്നെ ഉണ്ടാവുകയില്ല. അൽഹംദുലില്ലാഹ്, ഈ ദീൻ ഹഖാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വറഫഅനാ ലക ദിക്റക, റസൂലേ അങ്ങയുടെ സ്മരണ നമ്മൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എത്ര ഹഖാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടുത്തെ സ്മരണ അത് നിലനിൽക്കാനുള്ള കാരണം അവിടുത്തെ സ്വഭാവമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത്രയും മേന്മയുള്ളതായിരുന്നു. ഇല്ലേ, അല്ലാഹു പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, റസൂലേ അങ്ങ് ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാണ് റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മേഖലയെ കരിവാരി തേക്കാൻ പണ്ടുള്ളതുപോലെ തന്നെ ഇന്നും ധാരാളം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചില ആളുകൾ, നമുക്ക് വേണമെങ്കിൽ അവരെ പറ്റി വിയർപ്പിന്റെ അസുഖമുള്ള ആളുകൾ എന്ന് പറയാം. അവരുടെ പണി എന്താണ്? രാവിലെ ആയാൽ ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഊണും ഉറക്കുമൊന്നുമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കുറ്റം പറയുക എന്നുള്ളതാണ് അവരുടെ സ്ഥിതി. മറ്റൊരു പണിയും അവർക്കില്ല. പ്രത്യേകിച്ച് വലിയ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവിയായിരിക്കാം. പക്ഷേ അവരുടെ ജോലി എന്താണ്? 24 മണിക്കൂറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെയും ആര് പരിഹസിക്കുന്നുവോ അവന്റെ പര്യവസാനം ഏറ്റവും മോശമായി തീരും. വല്ലാഹി, ആരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ ദീനിനെയും മോശമാക്കി സംസാരിച്ചിട്ടുണ്ടോ അവരുടെ പര്യവസാനം ഏറ്റവും മോശമായിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വാഭാവികമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായ വാക്കുകൾ പറയുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസമുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കും ചില ആളുകൾ. മുസ്ലിമീങ്ങളിൽ തന്നെ ചില ആളുകൾ അതിനെതിരെ പ്രതികരിക്കും. അത് ദീൻ പഠിപ്പിച്ച രീതിയിലായിരിക്കാം, എല്ലാ എങ്കിൽ അതല്ലാത്ത രൂപത്തിലുമായിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ദിഫാ ചെയ്യണം, എങ്ങനെ നമ്മൾ സംരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്തെന്നാൽ റസൂലിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ മോശമാക്കി പറയുന്നുണ്ടോ ആ കാലഘട്ടത്തിൽ റസൂലിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനുമേൽ ബാധ്യതയായിട്ടുള്ളത്. അത് പഠിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പിന്നീട് എന്താണ്? ആ ചരിത്രം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. ആരാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ശത്രുക്കൾ പറയുന്നത് പോലെ അവിടുന്ന് അക്രമത്തെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. എല്ലായെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവം സൃഷ്ടിച്ച ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, നേരെ മറിച്ച് ജനങ്ങൾക്ക് നന്മ ലഭിക്കണമെന്നും അവർ നേർമാർഗത്തിലാകണമെന്നും അങ്ങേയറ്റം ആഗ്രഹിച്ച ആളാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെയായിരുന്നു അവിടുന്ന് ശത്രുക്കളോട് പോലും പെരുമാറിയത്? അതുപോലെ തന്നെ തന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്ത ആളാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യ എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അത് ജനങ്ങൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, മുൻധാരണ മാറ്റിവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മോശമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രവൃത്തി,
ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വല്ലാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം മുൻധാരണകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വല്ലാഹി സുമ്മത്തല്ലാഹ് അതിൽ ഒരു വാക്ക്, ഒരു പ്രവൃത്തി നമുക്ക് മോശമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ഭാര്യമാരെ വിവാഹം ചെയ്തിട്ടുണ്ട്. 11 ഭാര്യമാരെ വിവാഹം ചെയ്തിട്ടുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അതിലൊട്ടുമിക്ക ഭാര്യമാരും വിധവകളാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അവർക്കുള്ള അവരെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്ന കാര്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരെയും കന്യകയെ കിട്ടായിട്ടാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മുൻധാരണകൾ മാറ്റിവെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേട്ടറിഞ്ഞ ആളുകൾ റസൂലിനോട് ശത്രുത വെച്ചിരുന്നു. റസൂലിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് കാണുന്നത് പോലും വെറുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലിനെ അടുക്കുകയും റസൂലിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തേക്കാൾ ഇഷ്ടമുള്ള മുഖം മറ്റൊന്നില്ല എന്ന് പറഞ്ഞ സഹാബിമാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേട്ടറിഞ്ഞ ആളുകളാണ്. അവർക്ക് ആദ്യം റസൂലിനോട് വെറുപ്പായിരുന്നു. പിന്നീട് അവർ പറയുന്നതായി കാണാം, പല സഹാബിമാരും റസൂലിനെ പോലെ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു മുഖമില്ല എന്ന് പറഞ്ഞതായി കാണാം. എന്താണ് കാരണം? സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് അത്രക്ക് നല്ലതായിരുന്നു. അത്രക്കും നല്ലതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക, അത് പകർത്തുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നമ്മൾ റസൂലിന്റെ ജീവിതം പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമെന്നുള്ളത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുന്നവർക്കെതിരെ സംസാരിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്നവരിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ആരും റസൂലിന് വേണ്ടി സംസാരിച്ചിട്ടില്ല എങ്കിലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ഈ ദീൻ ഇവിടെ ഉണ്ടാകും. നമ്മൾ ആരും റസൂലിന് വേണ്ടി സംസാരിച്ചിട്ടില്ല എങ്കിലും, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിന്റെ ഈ ദീൻ ഇവിടെ ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നാളെ റബ്ബിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പല ആളുകളും മോശമാക്കി പറഞ്ഞപ്പോൾ റബ്ബേ, നിനക്ക് വേണ്ടി. സഹോദരങ്ങളെ, ഇഖ്ലാസ് എന്നുള്ളത് ചെറിയ വിഷയമല്ല, വല്ലാഹി അല്ല. എല്ലാവരും കരുതുന്ന പോലെ ചെറിയ വിഷയമല്ല. അള്ളാഹ്ക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. ഉലമാക്കൾ പലരും പറഞ്ഞതായി കാണാം, ഈ കാലഘട്ടത്തിലെ ജിഹാദാണത്. അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുക എന്നുള്ളത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അമ്പെയ്യുന്നതിനേക്കാൾ മൂർച്ചയേറിയ ആയുധമാണ്. അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഫിത്നകളും അതുപോലെ തന്നെ കുഴപ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ അതിവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ദീനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അള്ളാഹുവിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത്, അള്ളാഹുവിന്റെ ഈ ദീൻ അതിനെതിരെ ആര് സംസാരിച്ചുവോ, ആര് പ്രവർത്തിച്ചുവോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഈ ദുനിയാവിൽ നിന്ദ്യതയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ ആളുകൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അല്ലെങ്കിൽ ദീനിനെതിരെ ആരൊക്കെ
കണിഞ്ഞു പരിശ്രമിച്ചോ, അള്ളാഹുവിന്റെ ദീൻ നശിക്കണമെന്ന് ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും തന്നെ ഇവിടെ നിന്നേരായി തീരുകയാണ് ഉണ്ടായത്. എന്താണ് ഉദാഹരണം? ഫിർഔൻ, അവനാണ് ഒരു ഉദാഹരണം. അബൂജഹൽ, ഇവരൊക്കെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഇസ്സത്തുള്ളവരായി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കും. ഇസ്സത്തുള്ളവരായി ജീവിക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, വലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുനും അവന്റെ റസൂലിനും വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുമാണ് യഥാർത്ഥ ഇസ്സത്തുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ചെറിയ രൂപത്തിൽ പഠിക്കാനാണ്. അതിനുവേണ്ടി ഇൻഷാ അള്ളാഹ് തെരഞ്ഞെടുത്ത ഗ്രന്ഥം, അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് ഒരു പദ്യമാണ്. എന്താണ് ആ പദ്യത്തിന്റെ പേര്? അൽ ഉർജൂസത്തുൽ മിഇയ്യ ഫീ ദിക്രി ഹാലി അശ്റഫിൽ ബരിയ. അൽ ഉർജൂസത്തുൽ മിഇയ്യ 100 വരികളുള്ള ഒരു കവിതയാണ്. ഫീ ദിക്രി ഹാലി അശ്റഫിൽ ബരിയ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന 100ഓളം വരുന്ന ഒരു ബൈത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ്, വരികൾ അഥവാ കവിതയെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കിതാബിന്റെ രചയിതാവ് ആരാണ്? അദ്ദേഹം അറിയപ്പെടുന്നത് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി എന്നാണ്. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി, അതാണ് അദ്ദേഹം അറിയപ്പെടുന്ന പേര്. എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? അൽ ഇമാമുൽ ഖാലി അലി ഇബ്നു അലി റഹിമഹുല്ലാഹ്. അൽ ഇമാമുൽ ഖാലി അലി ഇബ്നു അലി റഹിമഹുല്ലാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരണപ്പെടുന്നത്, വഫാത്താകുന്നത് ഹിജ്റ വർഷം 792 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ശറഹുണ്ട്, അഥവാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അൽ അഖീദത്തു തഹാവിയ്യ. അൽ അഖീദത്തു തഹാവിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് ഒരു ശറഹുണ്ട്. അതാണ് പൊതുവെ അറിയപ്പെട്ടത്. ശറഹുൽ അഖീദത്തി തഹാവിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മതവിദ്യാർത്ഥിയുടെയും മനസ്സിൽ വരിക ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുള്ളയുടെ പേരായിരിക്കും. അത്രയും പ്രസിദ്ധമായ ഒരു വിശദീകരണമാണ് അഖീദത്തു തഹാവിയ്യക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ അധ്യാപകന്മാരിൽ വളരെ പ്രസിദ്ധനായ ഒരാളുണ്ട്. ആരാണത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഖുർആനിന് വിശദീകരണം, തഫ്സീർ എഴുതിയ, തഫ്സീർ ഇബ്നു കസീർ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എഴുതിയ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ശിഷ്യനാണ്. ഇബ്നു കസീർ റഹിമഹുള്ള ആരുടെ ശിഷ്യനാണ്? അറിയോ? നോക്കിയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എന്താണ് ഇബ്നു കസീറിന്റെ യഥാർത്ഥ പേര്? അബുൽ ഫിദ, അതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അബുൽ ഫിദ ഇമാദുദ്ദീൻ ഇബ്നു കസീർ. ഇമാദുദ്ദീൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അധ്യാപകനാണ്, അഥവാ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുള്ളയുടെ അധ്യാപകനാണ്. ഇതിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രധാനമായി അവലംബിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹാണ്, അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കിതാബാണ്, അല്ലെങ്കിൽ ഒരു കവിതയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് 100ഓളം വരികളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എളുപ്പത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു കിതാബാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാം, ഖദ് ഖറഅതു ഹാദിഹിൽ മൻദൂമ അലാ വാലിദി. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ മൻദൂമ, ഈ കവിത എന്റെ ഉപ്പാക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ആരാണ് അബ്ദുർ റസാഖ് അൽ ബദറിന്റെ ഉപ്പ? അഹ്സൻ, അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്. അദ്ദേഹം മദീനയിലെ വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഇപ്പോൾ കുറച്ച് രോഗങ്ങളൊക്കെയായി ദർസ് നിർത്തിവെച്ചിട്ടാണുള്ളത്. ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. കാരണം ഈ ദീൻ അത് എങ്ങനെയാണ് ഇല്ലാതാവുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉലമാക്കളുടെ മരണത്തോടുകൂടിയാണ്.
സഹോദരങ്ങളെ, അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹമൊക്കെ ഈ ദീനിനു വേണ്ടി ചെയ്ത ഖിദ്മത്ത് പ്രവർത്തികൾ ധാരാളമാണ്. അദ്ദേഹത്തിന്റെ ദറസ് സുബ്ഹാനല്ലാഹ് ഏറ്റവും ആളുകൾ സന്നിധരാകുന്ന ഒരു ദറസാണ്. മസ്ജിദ് നബവിയിൽ ഇപ്പോൾ ഇല്ല, അദ്ദേഹം നിർത്തിവെച്ചു. ഒരു വർഷം മുന്നെയോ മറ്റോ അദ്ദേഹം വീണ്ടും തുടർന്നിരുന്നു കിതാബു തൗഹീദിന്റെ ശറഹ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, എത്രയോ വട്ടം ശറഹുകൾ അല്ലെങ്കിൽ വിശദീകരിച്ച ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അതിന്റെ ശ്രേഷ്ഠതയാണത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കാണാം, 73 തവണയോ മറ്റോ അദ്ദേഹം കിതാബു തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതെവിടെയാണ് വിശദീകരിക്കുന്നത്? സഊദിയിൽ, അഥവാ അഹ്ലു തൗഹീദ് എന്നറിയപ്പെടുന്ന, ബലദു തൗഹീദ് എന്നറിയപ്പെടുന്ന സഊദിയിൽ 73-74 തവണ കിതാബു തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ഒരു തവണ ആ കിതാബ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും ആ കിതാബ് തുടങ്ങിയാലെന്ന് ചോദിച്ചാൽ അത് ഇന്നയാള് തുടങ്ങിയെന്ന് പറഞ്ഞ് മുടക്കുന്നതായി കാണാം. ഒരിക്കലും അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശിർക്കും ഖുറാഫാത്തും നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. നമ്മൾ എത്ര തവണ അത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, അദ്ദേഹം ആ കിതാബ് വീണ്ടും തുടങ്ങിയപ്പോൾ മസ്ജിദ് നബവിയുടെ അദ്ദേഹം ഇരിക്കുന്ന ആ കുർസി, ആ കസേര മുഴുവനായി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ ആ ഫളിൽ. ആ ഭാഗം നിറഞ്ഞു നിൽക്കുകയാണ്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം തൊട്ട് അടുത്ത ദിവസം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ പഠിക്കുന്ന വേളയിൽ എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ടോ അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം അത്രയും വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഹദീസിന്റെ വിജ്ഞാനത്തിൽ അങ്ങേയറ്റം അറിവുള്ള പണ്ഡിതനാണ് ഹഫിളഹുല്ലാഹ്. അപ്പോൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകനാണ്, അദ്ദേഹം പറയുകയാണ്, എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു എന്നാണ് ഈ കവിതയെ പറ്റി, മന്ദൂമത്തുൻ ജമീലത്തുൻ, ഇത് വളരെ ഭംഗിയുള്ള ഒരു കവിതയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിതയെ അദ്ദേഹം പുകഴ്ത്തി എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ പ്രയാസങ്ങൾ വന്നപ്പോഴും എങ്ങനെയാണ് അതിനെയൊക്കെ അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിന്റെ വിധി എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിന്റെ വിധി എന്താണ്? ഇത് രണ്ടും വരുന്നുണ്ട്. ഏതാണ് വിധി എന്ന് പറയുമ്പോൾ? ഇത് ഫർളാണോ അല്ലെങ്കിൽ സുന്നത്താണോ മുസ്തഹബാണോ? അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ വിധി എന്താണ്? അത് ഫർള് ഐനായതുമുണ്ട്, ഫർള് കിഫായ ആയതുമുണ്ട്. എന്താണ് ഫർള് ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വിശദീകരിക്കാം. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മുസ്ലിമായി ജനിച്ച ഓരോ ആളുകളും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് ഫർള് ഐൻ എന്ന് പറയുക. എന്താണ് ഉദാഹരണം? നിസ്കാരം പോലെ, അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ ആളുകളും പഠിച്ചിരിക്കുക എന്നുള്ളത് ഫർളു ഐനാണെന്ന് പറയും. ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ കാര്യം. ഇനി ഫർളു കിഫായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണം? മയ്യത്ത് ഫർളു. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അത് ഫർളു കിഫായ. ഒരാൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ എന്താകും? ആ ഒരു ബാധ്യത നീങ്ങിപ്പോകും. അതാണ് ഫർളു കിഫായ. ഏതെങ്കിലും മുസ്ലിമീങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകൾ അതിൽ നിന്ന് ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്ന കാര്യം. ഉദാഹരണത്തിന് ബാങ്ക് പോലെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഇത് രണ്ടും വരുന്നുണ്ട്. അതിൽ ഫർളു ഐനായ കാര്യങ്ങൾ 4 എന്ന് ഇബ്നു ഫാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. 4 കാര്യങ്ങൾ അത് പഠിച്ചിരിക്കുക എന്നുള്ളത് ഫർളു ഐനാണ്. അതിൽ ഒന്നാമത്തേത് ആ പ്രവാചകന്റെ പേര് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്താണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ ആളുടെ മേലും ബാധ്യതയായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദാണെന്നും അതുപോലെ തന്നെ അവിടുത്തെ റസൂലാണെന്നും അത് മാത്രമല്ല ഖാതമുൻ നബിയീൻ അല്ലെങ്കിൽ ഖാതിമുൻ നബിയീൻ അവസാനത്തെ നബിയാണെന്നും അറിഞ്ഞിരിക്കൽ, ഇതും ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. കേൾക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനൊക്കെ നടക്കുമെന്ന്. അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ? ഇനിയും ഓരോ ആളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്, ഞാൻ നബിയാണ് അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞ് ആളുകൾ വരുന്നുണ്ട്. അപ്പോ ഇതുപോലുള്ള ഫിത്നകൾ വരുമ്പോൾ ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. മൂന്നാമത്തേത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സന്മാർഗം കാണിക്കാനായി നിയോഗിച്ചതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നും വിശ്വസിക്കേണ്ടതുണ്ട്. സന്മാർഗം വരച്ചു കാട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാണ് എന്നും നിർബന്ധമായും ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കണം. നാലാമത്തേത് അഥവാ അവസാനത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നറിഞ്ഞിരിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. അല്ല, ചില ആളുകൾ പറയാറില്ലേ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തന്നെ അവിടുന്ന് എഴുതിയതാണ് എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എഴുതിയതാണ് എന്ന് പറയുന്നതായി കാണാം. എത്ര വിഡ്ഢിത്തമായ കാര്യമാണത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത് അറിഞ്ഞിരിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഈ 4 കാര്യങ്ങളാണ് ഫർളു ഐനായിട്ടുള്ളത്. ഇനി ഫർളു കിഫായ, ഇതിന് പുറമേയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് ഫർളു കിഫായയാണ്. അഥവാ ഏതെങ്കിലും ഒരാൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ആളുകൾ പഠിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് അതിന് പുറമേ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലാണ് പ്രവാചക ചരിത്രം പഠിക്കേണ്ടത്? ഏത് സാഹചര്യത്തിലാണ് ഉമ്മത്തിൽ നിന്ന് ആ അറിവ് ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാവുക? ഇന്നത്തേതുപോലെ അല്ലേ സഹോദരങ്ങൾ? എത്രയോ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര യുദ്ധം ചെയ്തു, എല്ലാമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ത്യാഗം, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര്, മക്കളുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അവരോടൊക്കെ മറ്റു പല കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടാകും. ഇന്ന രാഷ്ട്രീയക്കാരന്റെ പേര് ചോദിച്ചാൽ അറിയാൻ പറ്റും, ഇന്ന കളിക്കാരുടെ പേര് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ അവർ വാദിക്കുന്നത് എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളോടുള്ള സ്നേഹം അത് യഥാർത്ഥ സ്നേഹമാണ് എങ്കിൽ അവരെ പറ്റി പറയാനും അവരെ പറ്റി പഠിക്കാനും നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കും. അറിയപ്പെട്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേരായിരിക്കും നമ്മുടെ നാവിൽ വന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ സ്നേഹം അത് യഥാർത്ഥ സ്നേഹമാണ് എങ്കിൽ ആ സ്നേഹിക്കുന്നയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമാണോ? അല്ല, അവരെ പിൻപറ്റുക എന്നുള്ളതും അവരോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പക്ഷേ നാവ് കൊണ്ട് പറയുക, പക്ഷെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന ആളിന്റെ ചരിത്രം അറിയില്ല, അദ്ദേഹത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്തു പറയും? നീ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ സാഹചര്യം. അഥവാ ഉമ്മത്തിൽ നിന്ന് ഈ അറിവ് ഇല്ലാതാകുന്ന അവസ്ഥയിൽ റസൂലിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, കാഫിറുകളും മറ്റും ചില മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായും മറ്റും പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതറിഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കണം. ഈ രണ്ടവസ്ഥയും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാഫിരീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചീത്ത പറയുന്നുണ്ട്.
മുനാഫിഖീങ്ങൾ ചീത്ത പറയുന്നുണ്ട്, പലതും കെട്ടിച്ചമച്ച് വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ചരിത്രം പഠിച്ച് അത് പ്രാവർത്തികമാക്കി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രവാചക ചരിത്രത്തിന് സലഫുകൾ പറഞ്ഞിരുന്ന പേരെന്താണ്? എന്തായിരുന്നു സലഫുകൾ പറഞ്ഞിരുന്ന പേര്? നമ്മൾ പറയുന്നത് എന്താണ്? ഈ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ എന്താണ് പറയുന്നത്? അഹ്സൻ, സീറ, സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സീറ എന്നാണ് പറയുക, ചരിത്രം. സീറ, ചരിത്രം. എന്നാൽ സലഫുകൾ, സച്ചരിതരായ മുൻഗാമികൾ, അവർ നൽകിയിരുന്ന പേര് അൽ മഗാസി എന്നാണ്. അൽ മഗാസി. മഗാസി എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിനാണ് മഗാസി എന്ന് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ അത് കൂടുതലും വ്യക്തമായത് യുദ്ധങ്ങളിലൂടെയാണ്. ഹക്കും ബാത്തിലും വേർതിരിഞ്ഞത് യുദ്ധത്തിലൂടെയാണ്, അല്ലേ? ബദർ യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്താണ്? ആർക്കറിയുന്നേ? ആർക്കറിയില്ല? അത് കണ്ടുപിടിച്ചു. ബറക്കല്ലാഹു ഫീക്കും. അപ്പോ പറഞ്ഞു വന്നത്, മുൻഗാമികൾ അവർ ഇതിന് പറഞ്ഞിരുന്ന പേര് മഗാസി എന്നാണ്, യുദ്ധമെന്നാണ്. അതെന്തുകൊണ്ടാണ്? സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും വേർതിരിഞ്ഞു മനസ്സിലായത് യുദ്ധങ്ങളിലൂടെയാണ്. അത് മാത്രമല്ല, പല കാര്യങ്ങളും അങ്ങനെ വേർതിരിഞ്ഞു വന്നതുകൊണ്ട് തന്നെ സലഫുകൾ അവർ ചരിത്രത്തിന് മഗാസി എന്ന് പറഞ്ഞതായി കാണാം. ഇമാം സുഹരി റഹിമഹുല്ലാ. ഇനി നമുക്ക് ഈ ചരിത്രം പഠിക്കുന്നതിന്റെ ഫളിൽ, അതിന്റെ ശ്രേഷ്ഠത മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇമാം സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫീ ഇൽമിൽ മഗാസി ഖൈറുൽ ഊല വൽ ആഖിറ. അദ്ദേഹം പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് പഠിക്കുന്നതിൽ ഇഹപര നന്മകൾ നമുക്ക് ലഭിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ഒരാൾക്ക് ഏത് വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാൻ സാധിക്കും. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വളർന്നത്? യതീമായിട്ടാണ്. യതീമായിട്ടാണ്. ഉപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുന്നേ, ജനിക്കുന്നതിന് മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 or 7 വയസ്സാകുന്നതിന് മുന്നേ മരണപ്പെട്ടിട്ടുമുണ്ട്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, ഏത് വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഉത്തമമായ ഒരു മാതൃക കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ നാട്ടുകാരുടെ പ്രയാസം അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മിൽ പലരും ഇതേ അവസ്ഥയിലാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക? നമ്മുടെ റസൂൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ വ്യസനിക്കേണ്ട ആവശ്യം എന്താണ്? ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ജീവിക്കുന്ന നാട്, നമ്മുടെ വീട്, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് നമ്മളോട് ചില ആളുകൾ വന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ആലോചിച്ച് നോക്കൂ. അതുവരെ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിച്ച ആളുകൾ, നല്ല രൂപത്തിൽ നമ്മളോട് അടുത്ത ആളുകൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമ്മളെ അകറ്റി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം അത് ചെറുതല്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റാഹത്തായിരിക്കും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു, നമുക്ക് ഇതൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ നന്മയിലാകണമെന്നുള്ള അങ്ങേയറ്റത്തെ ഉപദേശകൻ, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനങ്ങളോടായി പറയുകയാണ്, ഇതാ നിങ്ങൾ അള്ളാഹുവെ മാത്രമേ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിന് പുറമേയുള്ള മറ്റ് എല്ലാ ഇലാഹുകളെയും വെടിയണമെന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന, ആലോചിച്ച് നോക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രയാസം സഹിക്കവയ്യാതെ ത്വായിഫിലേക്ക് പോവുകയാണ്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദഅവത്ത് അത് നിർത്തിയില്ല. അവിടുന്ന് ത്വായിഫിലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള ആളുകളോട്, പല ആളുകളോടും ഇസ്ലാമിനെ പറ്റി സംസാരിച്ചു. എന്താണ് അവിടുന്ന് ഉണ്ടായത്? അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അകറ്റി നിർത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കല്ലെറിയുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കല്ലെറിയുകയാണ്. എന്നിട്ട് റസൂലിന്റെ നെറ്റിയിൽ നിന്ന് ഇതാ രക്തം വാർന്നൊലിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് രക്തം വാർന്നൊലിക്കുന്ന വേളയിൽ അതാ പർവ്വതത്തിന്റെ മലായികത്തുകൾ അവർ വന്നുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, റസൂലേ ഇതാ ഈ രണ്ട് പർവ്വതങ്ങളും ഈ കൗമിന് മുകളിൽ, ഈ സമുദായത്തിന് മുകളിൽ നമ്മൾ അല്ലെങ്കിൽ അത് മറിച്ചുകൊണ്ട് ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്താണത്? വേണ്ടതില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ഇവരിൽ നിന്നുണ്ടായേക്കാം. എന്നിട്ട് റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി വഹും ലാ യഅലമൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു ദായിക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണത്. അഥവാ ജനങ്ങളുടെ പ്രയാസങ്ങളും മറ്റും ഏൽക്കേണ്ടി വരുമ്പോൾ അവർ നേർമാർഗത്തിലാകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹം ഉണ്ടായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടേത്. പല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരും, പല പ്രയാസങ്ങളും കേൾക്കേണ്ടി വരും. എന്നാലും ജനങ്ങൾ നേർമാർഗത്തിലാകണമെന്നുള്ള അങ്ങേയറ്റത്തെ ആ ഒരു നസീഹത്ത് നമ്മൾ ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ നമ്മുടെ പഴയ അവസ്ഥ ഒന്ന് നോക്കിയാൽ മതി. നമ്മളും അതേ അവസ്ഥയിലായിരുന്നു. എല്ലാം അള്ളാഹു പറഞ്ഞില്ലേ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതു. ഇത് അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും അവരെ പോലെ ആകുമായിരുന്നു. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഇതാ ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾ, അവരെ കാണുമ്പോൾ നമ്മൾ റബ്ബിനെ ശുക്ർ ചെയ്യണം. റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്താണ് കാരണം? അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മളും അവരെ പോലെ ആകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം, ഹിദായത്ത് എന്നുള്ള അനുഗ്രഹം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എത്തിച്ചു കൊടുക്കേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുക്കലേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അയക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇദ്ഹബ, നിങ്ങൾ രണ്ടുപേരും പോകുക, ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, എന്നിട്ട് ഫിർഔനിനോട് സൗമ്യമായി പെരുമാറുക, സൗമ്യമായ വാക്ക് പറയുക. ഒരുപക്ഷെ അവൻ ചിന്തിച്ചു മടങ്ങിയേക്കാം, അവൻ ചിന്തിച്ചേക്കാം എന്ന് അള്ളാഹു അവരോട് പറയുകയാണ്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ അവരോട് ഏറ്റവും സൗമ്യമായി പെരുമാറുക. അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, റസൂലേ അങ്ങ് പരുഷ സ്വഭാവവും അങ്ങേയറ്റത്തെ പരുഷനും ആയിരുന്നുവെങ്കിൽ ലം ഫള്ളു മിൻ ഹൗലിക്, നിങ്ങളുടെ അടുത്തു നിന്ന് അവരെല്ലാവരും ദൂരെ മാറിപ്പോയേനെ എന്നാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം സുഹരി പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് പഠിച്ചു കഴിഞ്ഞാൽ ഇഹപര നന്മകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, കുന്നാ നുഅല്ലമു മഗാസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ നുഅല്ലമു സൂറത്തൻ മിനൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, നമുക്ക് ചരിത്രം അല്ലെങ്കിൽ മഗാസി ചരിത്രം നമുക്ക് പഠിപ്പിക്കപ്പെടാറുണ്ട്. ഏതുപോലെ? ഖുർആനിലെ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പഠിപ്പിക്കപ്പെടാറുണ്ട് എന്ന് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണിത്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് ബൈത്ത് ആരംഭിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇത് മുഴുവനായും തീർക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല ശർറും ഉണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. وهذا والله تعالى أعلم بالصواب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.